ഒറിഗാമി ക്രാഫ്റ്റ് സീരീസിന്റെ പാർട്ട് 2 നമ്മൾ ക്യൂട്ട് ആയിട്ടുള്ള ഒരു അവോക്കാഡോ ഡസ്റ്റ് ഡെക്കോർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഈ സീരീസിന്റെ പാർട്ട് 1 വീഡിയോയിലെ കമന്റിൽ വന്നിട്ടുണ്ടായിരുന്നതാണ് അവോക്കാഡോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവോക്കാഡോ വെച്ചിട്ട് ക്യൂട്ടായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഡസ്റ്റ് ഡെക്കോർ ആണെന്ന് എനിക്ക് തോന്നി. നമ്മളുടെ ഈ ഒറിഗാമി ക്രാഫ്റ്റിന്റെ സീരീസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 ദിവസം ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അടുത്തടുത്ത വീഡിയോസിൽ എന്ത് ക്രാഫ്റ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ കമന്റ്സ് നോക്കിയിട്ടാണ് ഞാൻ സെലക്ട് ചെയ്യാറുള്ളത്. എന്തായാലും നമ്മൾ ഈ ഒറിഗാമി ക്രാഫ്റ്റിന്റെ സീരീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതല്ലേ, അപ്പോൾ ഒറിഗാമി ക്രാഫ്റ്റ് എന്താണെന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്നുണ്ടാവും. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു തരാം. ഇതൊരു ജാപ്പനീസ് ആർട്ട് ഫോം ആണ്. അതായത് പേപ്പർ ഒക്കെ യൂസ് ചെയ്തിട്ട് ഓരോ ഷേപ്പുകളും ഒബ്ജക്ട്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുക. അതിനെയാണ് ഒറിഗാമി ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പേപ്പർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന എല്ലാ ക്രാഫ്റ്റിനെയും ഏകദേശം ഒറിഗാമി ക്രാഫ്റ്റ് എന്നൊക്കെ പറയാം. നമ്മളിൽ പലരും പേപ്പർ യൂസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കാറുണ്ടല്ലേ. അപ്പോൾ അതിനെ നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന ഒരു പേരാണ് ഒറിഗാമി ക്രാഫ്റ്റ് എന്ന്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി ഇതിന്റെ ഗുണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂട്ടാനും അതുപോലെ തന്നെ സ്ട്രെസ് കുറയ്ക്കാനും പിന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ കൂടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇനി മുതൽ ഫ്രീ ടൈം ഒക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലുള്ള ഒറിഗാമി ക്രാഫ്റ്റ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ ചെയ്തതിന്റെ ഫോട്ടോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള അവോക്കാഡോ ഡസ്റ്റ് ഡെക്കോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ?